വ്യത്യസ്തമായ ഒരു റെസിപ്പി ചെയ്യാം. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സവോളയും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് സാധാരണ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഏകദേശം ഒരുപോലെ തന്നെ ആവാറുണ്ട്. ഇതിപ്പോൾ വ്യത്യസ്തമായ ഒരു രീതിയിൽ, വളരെ എളുപ്പമുള്ള രീതിയിൽ ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണ്. ടേസ്റ്റും അതുപോലെ തന്നെ വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ആ കുറേ മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ റെസിപ്പിയേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഉള്ളി നന്നാക്കി എടുക്കുക എന്നുള്ളൊരു ജോലി ഉണ്ട്. അത് മാത്രം ബുദ്ധിമുട്ടായിട്ട് കാണാതിരിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ഉലർത്തിയത് അല്ലെങ്കിൽ ചിക്കൻ മുളകിട്ടത് റെഡിയാക്കുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു 17 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവനുസരിച്ച് ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ച് കളർ കൂടുതൽ കിട്ടും, പക്ഷേ എരിവ് കുറവായിരിക്കും. ഇത് സാധാരണ വറ്റൽമുളകാണ്. പിന്നെ ഒരു 25 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഒരു 4-5 തണ്ട് കറിവേപ്പിലയുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ മധുരമായിരിക്കും കറിക്ക്, ഉള്ളി തന്നെ ചേർക്കുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്തൊന്ന് ചതച്ചെടുക്കുക. അത് മിക്സിയിൽ ചതച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കല്ലിൽ ചതച്ചെടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത് വ്യത്യാസം വരുത്തുക. ഈ മുളകിൻ്റെ അളവനുസരിച്ച് പറയാം. ഇപ്പോൾ 1.25 കിലോ ചിക്കനൊക്കെ ആകുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞാൻ ആദ്യം ഒന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ പെരിഞ്ജീരകം പൊടിച്ചതാണ്. അതുകൊണ്ട് ചിക്കൻ ആകുമ്പോൾ പിന്നെ മസാലയുടെ ടേസ്റ്റൊക്കെ വേണ്ടതല്ലേ, അപ്പോൾ പിന്നെ ജാറ് കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഉള്ളി ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഫൈനായിട്ട് അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് തന്നാൽ മതി. പക്ഷെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം. അപ്പോൾ ആദ്യം ഇത് ചതച്ചിട്ട് നമുക്ക് ഉള്ളി ചേർത്ത് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, നമ്മുടെ വറ്റൽമുളക് ഇത്രയും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഉള്ളി നന്നായിട്ട് അങ്ങോട്ട് ക്രഷ് ആയി പോയിട്ടില്ല. അതുണ്ടോ, ഉള്ളിയുടെ പീസുകൾ ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരുവിധം ക്രഷ് ചെയ്തെടുക്കുക. ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രഷായി വന്നാൽ മതി. ഇതുണ്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ ഫ്രൈ റെഡിയാക്കി തുടങ്ങാം. ഇതിൽ മാരിനേഷനും പ്രോസസ്സുകളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് തന്നെ ചേർക്കുക. നമ്മുടെ ഉള്ളിയും അതുപോലെ ചിക്കനും എല്ലാം ഇതിൽ തന്നെയാണ് കുക്കാവേണ്ടത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് വെളിച്ചെണ്ണ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ചിക്കൻ മൊരിഞ്ഞ് വരുമ്പോൾ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, വറ്റൽമുളക്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ പൊടികളും ഇപ്പോൾ തന്നെ ചേർക്കുകയാണ്. ആദ്യം ചേർക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും എല്ലാം ചേർന്ന് കുക്കായി വരാനാണ് ഇപ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. ഇപ്പോൾ ഇതുണ്ടോ, കുറച്ച് ഉള്ളിയൊക്കെ ഇതുപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കുക്കായി വരുമ്പോൾ ആ ചിക്കൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ കിട്ടും ഉള്ളി. കുറച്ചുള്ളി ചതഞ്ഞ് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. പച്ചമുളക് വേണ്ട. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി 1 മിനിറ്റ് ആയിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പൊടി ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇനി കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഒന്നുകൂടി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൊടികൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടികളെല്ലാം കറക്റ്റായിട്ട് കുക്കായി വരാനാണ്. നമ്മളിപ്പോൾ വെള്ളം ചേർക്കില്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ
പൊടികളൊന്ന് കുക്കായിട്ട് ചിക്കൻ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് നിൽക്കും. അതാണ് ഓരോന്നായിട്ട് ചേർക്കുന്നത്. ചില റെസിപ്പിയിൽ മാത്രമേ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൊടികൾ ആഡ് ചെയ്യാറുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി കടിക്കാൻ പീസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എളുപ്പമുള്ള രീതി എന്നുള്ളതിൽ തേങ്ങയും തേങ്ങാക്കൊത്തും ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് മാറ്റി വയ്ക്കാം ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടി ആഡ് ചെയ്യും കേട്ടോ. അത് ഇപ്പോഴല്ല, അവസാനം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്തൊന്ന് ഇളക്കുമ്പോൾ നമ്മുടെ ആ ചിക്കന് ലാസ്റ്റ് ആ ഗരം മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും. എപ്പോഴും നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാ പൊടികളും ചേർത്ത് സവോളയൊക്കെ ചേർത്തിട്ടല്ലേ ചിക്കൻ ഉണ്ടാക്കുക. അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ചായിട്ട് ഇതുപോലെയും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഇപ്പോൾ ഏകദേശം കുക്കായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ഉപ്പും കൂടി പിടിച്ചു വന്നോളും. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി വരുന്നത് വരെ അനക്കാതെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ വെള്ളം വേഗം വറ്റിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഒരു 3/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ്, ഒന്ന് ആവി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചേർക്കാം കേട്ടോ ഇതിലേക്ക് തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്തിലേക്കും കൂടെ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചു വന്നോളും. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് 5 മിനിറ്റിന് ശേഷം ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ നമ്മളിതാ ചിക്കൻ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടോ. ഇത് കണ്ടോ, ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്താണെന്ന് വെച്ചാൽ ബ്രോയിലർ ചിക്കൻ ആകുമ്പോൾ അധികം കുക്കിംഗ് ടൈം ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ എല്ലിൽ നിന്ന് മാംസമൊക്കെ വിട്ട് പോവുകയും ചെയ്യും. ഗ്രേവി അളവ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളിനി തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്, ഇനി അടച്ചു വയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വറ്റൽമുളക് മുഴുവനെ തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ ഫ്രഷായിട്ട് മുളക് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ്. ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്യാം. ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. ഇടയ്ക്കിനി ഒന്ന് ഇളക്കി കൊടുക്കണം. തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ചിക്കനിലെ ഗ്രേവിയൊക്കെ വറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 പിഞ്ച് നമ്മുടെ പെരുംജീരകപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ പോവാണ്. അതിന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിലും യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പാകത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് എരിവും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എരിവ് ഉപ്പൊക്കെ കറക്റ്റാണോ മതിയോ എന്നുള്ളത്. എരിവ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണയിൽ
കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ചില്ലി ഫ്ലേക്സിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടാവില്ല, നന്നായിട്ട് കുക്കായിക്കോളും. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഗരം മസാലപ്പൊടിയൊന്നും, ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. ഞാൻ ഈ രീതിയിൽ നമ്മളിപ്പോൾ കറിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്, ഇപ്പോൾ തന്നെ ചേർക്കാമെന്നുള്ളത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടി മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് വീണ്ടും ഡ്രൈ ആയി വരട്ടെ. വല്ലാതെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല, പക്ഷെ കുറച്ചുകൂടി ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചിക്കൻ ഇങ്ങനെ കൈയെടുക്കാതെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, ഇത്രയും മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇങ്ങനെ ലാസ്റ്റ് ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ ഗരം മസാലപ്പൊടിയുടെ സ്മെല്ലും ഫ്ലേവറും എല്ലാം നമ്മുടെ കറികളിൽ, ഇപ്പോൾ വെജ് കറികളിലാണെങ്കിലും നോൺ വെജ് കറികളിലാണെങ്കിലും നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ അധികം മസാലകൾ ചേർക്കാതെ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ടാണ് ഇതുപോലെ ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഒരു 2 പിഞ്ച് പെരിഞ്ജീരകം പൊടിച്ചത്, പെരിഞ്ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടല്ല പൊടിക്കുന്നത്, വെറുതെ നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി എല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈ അല്ല, നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ എന്താ പറയുക ചിക്കൻ ഉലർത്തിയതെന്നോ അതെ ചിക്കൻ മുളകിടിച്ചതെന്നോ ഒക്കെ പറയാം. അപ്പോൾ കറിവേപ്പില ലാസ്റ്റ് ചേർക്കുമ്പോൾ കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലും കിട്ടും കേട്ടോ. ചൂട് ചിക്കനിലേക്ക് കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു നാടൻ സ്മെല്ല് വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക, ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചേർത്ത് കഴിക്കുക, അപ്പത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. ചിക്കൻ ആകുമ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എന്തിൻ്റെ കൂടെ കഴിച്ചാലും ടേസ്റ്റുള്ള ഡിഷ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നോ ടഫായിട്ടുള്ള റെസിപ്പിയാണോ എങ്ങനെയുണ്ട് എന്നുള്ളതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഓളും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മുടങ്ങാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.